നമസ്കാരം, ഞാൻ നിനികയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഡിഷാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെന്താണെന്നല്ലേ, എമാദാച്ചി എന്നാണ് ഈ ഒരു ഡിഷിൻ്റെ പേര്. ഭൂട്ടാൻകാരുടെ ട്രഡീഷണൽ ഡിഷാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, വളരെ സിമ്പിളുമാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കി നോക്കാം. അതിനായിട്ട് ഒരു പാനിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ അതിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് കേട്ടോ. ഒരു 1/4 ടീസ്പൂണോളം വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വെളുത്തുള്ളി ചതച്ചിട്ടായാലും കുഴപ്പമില്ല കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറാവുന്ന വരെ നന്നായിട്ട് വാട്ടിയെടുക്കുക കേട്ടോ. പിന്നെ അതിലോട്ട് നമ്മൾ ഒരു തക്കാളിയുടെ സ്കിന്നും സീഡും കളഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ഫ്ലേവറിനായിട്ട്. ഇനി നമുക്കിതിലോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലോട്ട് ഒരു 6 പച്ചമുളക് ഉണ്ടല്ലോ, പച്ചമുളക് നടു കീറിയതിന് ശേഷം അതിൽ കംപ്ലീറ്റ് സീഡ് കളഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കുക കേട്ടോ. പച്ചമുളകിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കുക. ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഇതിലോട്ട്. ഇനി നമുക്കൊരു 3 മിനിറ്റ് ജസ്റ്റ് തുറന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 3 മിനിറ്റ് ആയതിന് ശേഷം നമുക്കിതിൽ കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചീസ് സ്ലൈസാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 6 ചീസ് സ്ലൈസോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്യണം ഇതിൽ കിടന്നിട്ട്. അപ്പോൾ ഈ ഒരു ചീസ് ഇട്ട് കൊടുക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് മാറുക, പെട്ടെന്ന് തന്നെ ചേഞ്ച് ആവുക ടേസ്റ്റ്. അപ്പോൾ ഇതും കൂടെ നന്നായിട്ട് മെൽട്ടായി വരുമ്പോൾ നമുക്ക് ഗ്രേവി കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം നമുക്ക് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഗ്രേവിയുടെ തിക്നെസ്സിനനുസരിച്ച് നമ്മൾ ഒഴിച്ച് കൊടുക്കുക. അധികം വെള്ളം പാടില്ല, കുറച്ച് വെള്ളം വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ ലാസ്റ്റായിട്ട് നമുക്ക് ചീസൊക്കെ മെൽട്ടായി വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് എരിവിനാവശ്യമുള്ള കുരുമുളക് പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഡിഷിന്. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ പറ്റില്ല, അപ്പത്തിൻ്റെ കൂടെ അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.